പ്രൈസ് ദ ലോർഡ്. കർത്താവിൻ്റെ ധന്യതിരുനാമം ഈ പ്രഭാതത്തിൽ മഹിമപ്പെടുമാറാകട്ടെ. ഒരുമിച്ച് കർത്താവിൻ്റെ പാദപീഠത്തിലായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് വീണ്ടും ആയുസ്സും ആരോഗ്യവും തന്ന ഒരു പുതിയ പ്രഭാതം, ആയുസ്സിൽ കാണാത്ത പുത്തൻ പുലരിദാനം തന്നതോർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു, കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. അർഹതയില്ലാതിരുന്നിടത്ത് യോഗ്യതയില്ലാതിരുന്നിടത്ത് യോഗ്യരാക്കി അർഹരാക്കി നമ്മളെ തീർത്ത ദൈവ സ്നേഹത്തിനായി, ദൈവകൃപയ്ക്കായി കർത്താവിനോട് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് തന്നിരിക്കുന്ന എല്ലാ നന്മകൾക്കും ഐശ്വര്യങ്ങൾക്കും ദൈവകൃപയ്ക്കും അപ്പോൾ തന്നെ അനുഗ്രഹിക്കപ്പെട്ട കുടുംബം, തലമുറ, വാഹനം, വീട്, എല്ലാ ദൈവിക ദാനങ്ങൾക്കും കർത്താവിനോട് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാതം പ്രാർത്ഥനയോടുകൂടി വേദവചന ധ്യാനത്തിലേക്ക് തിരിയാൻ ആധാരമായി ഒരു വാക്യം വായിച്ചു കേൾപ്പിക്കുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 54 അധ്യായം അതിൻ്റെ 17 വാക്യം. ഐസിയ ചാപ്റ്റർ 54 വേഴ്സ് 17. നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കയില്ല. 54 അധ്യായത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പറയുമ്പോൾ ഇസ്രായേൽ ജനം, ദൈവത്തിൽ നിന്ന് അകന്നുപോയ ജനം ദൈവത്തിൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരുന്ന ജനത്തിന് വേണ്ടി ദൈവത്തിൻ്റെ ആത്മാവ് ആ ജനത്തെ അനുഗ്രഹിച്ച് വീണ്ടും ചേർത്ത് പിടിച്ച് ദൈവിക നന്മകൾ കൊടുത്ത് തങ്ങളെ തന്നെ താഴ്ത്തി ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ വരുന്ന ജനത്തെ ദൈവത്തോട്, സ്വർഗത്തോട് അടുപ്പിക്കുന്നതും അവർക്ക് കൊടുക്കുന്ന പ്രോമിസ്, വാഗ്ദത്തങ്ങളുമാണ് ഈ വചനത്തിൽ ചേർത്ത് നിർത്തുന്ന ദൈവത്തിൻ്റെ ശബ്ദമാണ് 54 അധ്യായം. അതിൻ്റെ 17 വാക്യം അതിൽ നിന്ന് അടർത്തിയെടുത്തിട്ടുള്ള 17 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കയില്ല. ഹല്ലേലൂയ. ഈ വചനം നമ്മൾ ഉള്ളത്തിൽ കേൾക്കുമ്പോൾ, ഹൃദയത്തിൽ കേൾക്കുമ്പോൾ, ഈ വചനം മാത്രം അടർത്തിയെടുത്ത് പറയുമ്പോൾ ആ വചനത്തിന് മാത്രം ഒരു പ്രസക്തിയുണ്ട്. നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ആയുധം, അതിനകത്തൊരർത്ഥമുണ്ട്. നിനക്ക് വിരോധമായ ആയുധം ഉണ്ടാക്കുന്നുണ്ട്, നിനക്ക് വിരോധമായി ആയുധം ഉണ്ടാക്കുന്നുണ്ട്, നിനക്ക് വിരോധമായി ശത്രുവുണ്ട്, നിനക്ക് വിരോധമായി പിശാച് കോട്ട കെട്ടുന്നുണ്ട്. എന്നാൽ നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കയില്ല. ഇത് ഉറപ്പ് തരുന്നത് ദൈവം തമ്പുരാനാ. ഇന്ന് പ്രഭാതത്തിലെ ഈ വാക്ക് നീ കേൾക്കുമ്പോൾ നിരാശപ്പെട്ടിരിക്കുകയാണോ, വേദനപ്പെട്ടിരിക്കുകയാണോ, പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയില്ലെന്നുള്ള സങ്കടത്തിലിരിക്കുകയാണോ, നിന്നോട് തന്നെ ഇന്ന് രാത്രി ആത്മാവിൽ വിളിച്ചു പറയട്ടെ, ഈ പ്രഭാതത്തിൽ വിളിച്ചു പറയട്ടെ: നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കയില്ല. ഈ ആയുധം ഫലിക്കയില്ല എന്ന് പറയുമ്പോൾ ആയുധം ഏത് തരത്തിലുമുള്ള ആയുധമാകാം. അത് ലിറ്ററലി ഒരു വാളും കുന്തവും, ഇന്നത്തെ പോലെ AK-47 AK-47 തോക്കോ അല്ലെങ്കിൽ പേട്രിയറ്റോ സ്കഡ് മിസൈലുകോ, ഇന്നത്തെ കാലത്തെ പോലെ F-15 F-16 മിറാഷ് 2000 MiG-21 വിമാനങ്ങളൊന്നും ആകണമെന്നില്ല. ഇന്ന് നാം കാണുന്ന ഏറ്റവും പുതുപുത്തൻ മോഡേൺ വെപ്പൺസ് ഒന്നും ആകണമെന്നില്ല. ഈ വെപ്പൺസ് കാണുന്ന വെപ്പൺസ് ആകണമെന്നില്ല. അസൂയ എന്നൊരു ആയുധം നിനക്കെതിരെ ഉണ്ടായാൽ മതി. ഇനി ജോസഫിൻ്റെ സഹോദരന്മാർക്കിടയിൽ അവർക്കൊരു ആയുധമുണ്ടായിരുന്നു. അവരുണ്ടാക്കിയ ആയുധം അസൂയ. അവരെ ആ കൊച്ചി ഇറക്കനെ എടുത്ത് പൊട്ടക്കണത്തിൽ തള്ളിയിട്ടിട്ട് പറഞ്ഞു, നിന്റെ സ്വപ്നം നടക്കിയില്ലെന്ന്. പക്ഷേ തമ്പുരാൻ ഇവിടെ പറയുന്ന കാക്കി കേട്ടോ, നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കുകയില്ല. അവരോട് പറഞ്ഞു, നിന്റെ സ്വപ്നം ഫലിക്കുകയില്ല, നിനക്ക് ദൈവത്തിൻ്റെ സ്വപ്നം ഫലിക്കുകയില്ല, നിന്റെ അഭിഷേകമൊന്നും നടക്കാൻ പോകുന്നില്ലെന്ന് പറയുമ്പോൾ, ദൈവമാണോ നിനക്ക് സ്വപ്നം തന്നത്? ദൈവമാണോ നിനക്ക് ദർശനം തന്നത്? ദൈവമാണോ നിന്റെ ഭാവിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ നിന്നോട് പറഞ്ഞിരിക്കും? ദൈവമാണോ നിനക്ക് പ്രോമിസ് തന്നത്? കുഞ്ഞേ, ലോകം എന്ത് വിചാരിച്ചാലും, സഹോദരങ്ങളും ചാർച്ചക്കാരും ബന്ധുക്കളും ഈ ലോകവും എന്ത് വിചാരിച്ചാലും, ദൈവത്തിന് നിന്നോടുള്ള സ്നേഹം മാറാത്തിടത്തോളം കാലം നിശ്ചയമായി പറയട്ടെ, നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കയില്ല. ഹല്ലേലൂയ. കുഞ്ഞെ, നീ ആത്മാവിലൊന്ന് വിശ്വസിച്ചോ? നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ഒരായുധവും ഫലിക്കുകയില്ല. ദാവീദിന്റെ സഹോദരന്മാർ പറഞ്ഞു, നിനക്ക് യുദ്ധം അറിയില്ലെന്ന് മാത്രമല്ല, നിനക്ക് യുദ്ധം കാണാൻ വേണ്ടി നിൽക്കുക. ശൗല് പറഞ്ഞു, നിനക്ക് യുദ്ധത്തിൽ പരിചയമില്ല. ശൗൽ രാജാവ് പറഞ്ഞു, നിനക്ക് യുദ്ധത്തിൽ പരിചയമില്ല കുഞ്ഞെ, നീ ഈ പടച്ചട്ടയും ഇതിന് വാളും കുന്തവും എന്നിട്ട് നിനക്ക് പരിചയം പോരാ. എതിര് നിന്ന ആയുധം ഒരുക്കി വെച്ച ഗോലിയാത്ത് പറഞ്ഞു, നീ ഇങ്ങ് അടുത്തു വാ, നിന്റെ മാംസം ഞാൻ ആകാശത്തിലെ പക്ഷികൾക്ക് എറിഞ്ഞു കൊടുക്കും. ഒരു വടിയായിട്ടാണോ നീ എൻ്റെ നേരെ വരുന്നേ? ഒരു
വലിയ ആയുധങ്ങൾ, പടപ്പുതണ്ട് പോലെയുള്ള കുന്തവും വാളും പരിചയും അത് എടുത്തു കൊടുക്കാൻ വേണ്ടി ഒരു ആയുധ വാഹനം നിൽക്കുമ്പോൾ അതിൻ്റെ ഇടയിലേക്ക് ആ ദാവീദ് ചെല്ലുന്നത്. അവിടെ ആ ദാവീദിനോടാ പറയുന്നത്, നിനക്കെതിരെയുള്ള ഒരായുധവും ഫലിക്കയില്ല, നിനക്കെതിരെ ഉണ്ടാക്കുന്ന, നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ഒരായുധവും ഫലിക്കയില്ലെന്ന് മാത്രമല്ല, നീ ഗോലിയാത്തിനെ കീഴടക്കും. ഗോലിയാത്ത് നിന്നെ കീഴടക്കുകയല്ല, ഗോലിയാത്തിന്റെ ആയുധം കണ്ട് നീ ഭയപ്പെടുകയല്ല. നീ കുഞ്ഞെ ദാവീദേ, നീ അഭിഷേകമുള്ള ദാവീദ്, അഭിഷേക തൈലം വേണ്ടിയിരിക്കുന്ന ദാവീദ് ഗോലിയാത്തിനെ കീഴടക്കും. അതാ വാഗ്ദത്തം. നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരായുധവും ഫലിക്കയില്ല. പൗലോസ് അപ്പോസ്തലനെ പലതരത്തിലുള്ള അതേ ആയുധങ്ങൾ കൊണ്ട് പിശാച് മുട്ടുകുത്തിക്കാൻ നോക്കുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, ദൈവത്തിനോടുള്ള സ്നേഹത്തിൽ നിന്ന് എന്നെ അകറ്റിക്കളയുന്നത് കഷ്ടതയോ പട്ടിണിയോ ഉപദ്രവമോ ആപത്തോ വാളോ വരുവാനുള്ളതിനോ ഈ ലോകത്തുള്ളതിനോ ഒന്നിനും ക്രിസ്തുവിനോടുള്ള ആഴത്തിലുള്ള ബന്ധത്തിൽ നിന്ന് അകറ്റിക്കളയുവാൻ കഴിയത്തില്ല. ഇതെല്ലാം ഒരു തരത്തിലുള്ള ആയുധങ്ങളാ. കഷ്ടത, പട്ടിണി, ആപത്ത്, വാള്, കാരാഗൃഹം, വരുവാനുള്ള ഇപ്പോഴുള്ളത് തകർച്ച, ഒരുപാട് ബുദ്ധിമുട്ടുകൾ, അതേ 1:39 അടി, അതേ ചാട്ടവാറ് കൊണ്ടല്ലേ, കോലുകൊണ്ടടി, ഈ അടികൾ, കപ്പൽ ഛേദങ്ങൾ, ഇതൊന്നും, ഈ ആയുധങ്ങളൊന്നും പിശാച് ഉപയോഗിച്ച് ഒരായുധവും പൗലോസ് അപ്പോസ്തലനെ ക്രിസ്തുവിൽ നിന്ന് അകറ്റുവാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ പ്രഭാതത്തെ കുഞ്ഞെ നീയൊന്ന് ഉറപ്പിച്ചേ, നിനക്കെതിരെ ഉണ്ടാക്കുന്ന ഒരായുധവും ഫലിക്കയില്ല. നിനക്കെതിരെ വരുന്ന ഒരു മനുഷ്യന്റെ ഒരായുധവും ഫലിക്കയില്ലെന്ന്, കർത്താവ് നിന്നോട് കൂടെയുണ്ടെന്ന്, നിന്നെ തകർത്ത് കളയാൻ രോഗമായിട്ടോ ദുഃഖമായിട്ടോ സങ്കടമായിട്ടോ തകർച്ചയായിട്ടോ വരുന്ന ഒന്നിനും നിന്നെ തകർക്കാൻ കഴിയില്ല. കാര്യം ദൈവം അഖിലാണ്ടത്തിന്റെ ഉടയവൻ, നിന്റെ സൃഷ്ടിതാവ് കൂടെയുള്ളിടത്തോളം നിന്നെ തകർക്കാൻ കഴിയുകയില്ലെന്ന്. ഒരായുധവും നിനക്കെതിരെ ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കുകയില്ല. കർത്താവ് കൂടിയിരിക്കുന്നെന്ന് ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. വചനം ആത്മാവിലൊന്ന് ഏറ്റെടുത്തേ. നിനക്കെതിരെ ഉണ്ടാക്കുന്ന ഒരായുധവും ഫലിക്കുകയില്ല. എനിക്കെതിരെ ഒരായുധവും ഫലിക്കുകയില്ല. ദൈവം അറിയാതെ ഒരു മുടി പോലും താഴെ വീഴുകയില്ല. നിനക്കെതിരെ ഉണ്ടാക്കുന്ന ഒരായുധവും ഫലിക്കുകയില്ല. ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. ഒരുമിച്ച് എല്ലാ ഹൃദയങ്ങളും ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച സ്വർഗീയ പിതാവേ, ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ വചനം കൈമാറുന്നു. നിനക്കെതിരെ യാതൊരു ആയുധവും ഫലിക്കുകയില്ല. ദൈവമകനായി, ദൈവപുത്രനായി, ദൈവത്തിന്റെ അതേ മകളായി ദൈവത്തോട് കൂടിയിരിക്കുന്ന കുഞ്ഞെ, നിനക്കെതിരെ ഉണ്ടാക്കുന്ന ഒരായുധവും ഫലിക്കില്ല. നീ രക്തത്തിന്റെ മുദ്രയിൽ നീ പ്രൊട്ടക്റ്റഡ് ആണ്. നീ യേശുവിന്റെ നാമത്തിന്റെ പ്രൊട്ടക്ഷൻ നീ വഹിച്ചിരിക്കുകയാണ്. അവന്റെ ചൂടടയാളം വഹിച്ചിരിക്കുക. പരിശുദ്ധാത്മാവിനാൽ നിന്നെ മുദ്രയിട്ടിരിക്കുന്നു. കൃപ കൂടിയിരിക്കുന്നതിനായി സ്തോത്രം. ആത്മാവിൽ അനുഗ്രഹിക്കുന്ന അസാധാരണ സാന്നിധ്യത്താൽ നിറയ്ക്കുന്നു ദൈവകൃപ കൂടിയിരിക്കുന്നതിനായി സ്തോത്രം. തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. അവിടുന്ന് പ്രാർത്ഥന ഏറ്റിയാൽ സ്തോത്രം. സകലമാനുഭവത്തോട് നിൽക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവകൃപ കൂടിയിരിക്കട്ടെ. ഗഡ് ബ്ലസ് യു. നാളെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ദൈവകൃപയ്ക്കുള്ളിൽ മറയപ്പെടട്ടെ. ഗഡ് ബ്ലസ് യു. താങ്ക് യു സോ മച്ച്.